ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പബ്ജിയെക്കുറിച്ചാണ്. പബ്ജി ഗെയിമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു, പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഗുജറാത്തിലെ പബ്ജി ഗെയിം ബാൻ ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞും ചില ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗെയിം ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് ബഹളം ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഗെയിം, ഈ പബ്ജി എന്ന് പറയുന്ന ഗെയിം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കുട്ടികളാണ്. കുട്ടികൾ കണ്ടിന്യൂസ് ഒരു ദിവസം 2 ദിവസം വേണമെങ്കിലും പബ്ജി കളിച്ചുകൊണ്ടിരുന്നോളും. അത്രയ്ക്ക് അഡിക്ഷൻ ഉള്ള ഒരു ഗെയിമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഈ പബ്ജി. എനിക്ക് തോന്നുന്നു എല്ലാ പേരൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും പബ്ജി ഗെയിം ബാൻ ചെയ്യണമെന്നുള്ളത്. കാരണം കുട്ടികൾ പഠിത്തത്തെ ശ്രദ്ധിക്കാതെ ഫുൾ ടൈം 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര അഡിക്ഷനാണ് ഈ ഗെയിമിന്. ഈ ഗെയിം കളിച്ച് ആർക്കെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊന്നും ചെയ്യപ്പെട്ടതായിട്ടും എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് ഈ കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ ടൈം ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഗെയിം ഇന്ത്യയിൽ ബാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഗെയിമാണ്. പ്ലേ സ്റ്റോർ ഇങ്ങനെ ഒരു കാരണത്താൽ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നും തോന്നുന്നില്ല. കാരണം പ്ലേ സ്റ്റോർ, ഗൂഗിൾ ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ ഓരോ പ്രൊഡക്റ്റും എത്രയും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ അതിനാണ് അവർ ശ്രമിക്കുന്നത്. അത് അഡ്വർടൈസ്മെന്റുകളിലൂടെയും അല്ലാത്ത രീതിയിലും പബ്ലിസിറ്റി കൊടുത്ത് അതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാനാണ് ഓരോ കമ്പനികളും ശ്രമിക്കുന്നത്. ഇപ്പോൾ പബ്ജി ഉണ്ടാക്കിയ കമ്പനിയും ശ്രമിക്കുന്നത് അവരുടെ ഗെയിം കൂടുതൽ ആളുകൾ കളിക്കണം, അതിലേക്ക് കൂടുതൽ ആളുകൾ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇത് കൂടുതൽ കളിക്കുന്നു എന്നും പറഞ്ഞ് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്യപ്പെടുമെന്ന്. ശരിയാണ്, ഈ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. കുട്ടികൾ ഒരുപാട് പേര് ഈ ഗെയിമിന് അഡിക്റ്റ് ആണ്. കുട്ടികൾ തന്നെ അല്ല, മുതിർന്നവരും പബ്ജി കളിക്കുന്നുണ്ട്. അവരുടെ വിലപ്പെട്ട സമയം ഗെയിം കളിച്ച് ഇല്ലാതാക്കിയാണ്. ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 മണിക്കൂറൊക്കെ ഇരുന്ന് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. 4 മണിക്കൂർ എന്ന് പറഞ്ഞാലും കൂടുതലാണ്. എന്നാലും 4-5 മണിക്കൂറും കളിച്ചോട്ടെ. ഇത് അങ്ങനെയല്ല. 10-12 മണിക്കൂർ ഒരു ദിവസം മൊത്തം ഇരുന്ന് പബ്ജി കളിക്കുകയാണ്. 10-12 മണിക്കൂർ ഒരു ദിവസം ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും എണ്ണിച്ച് ഇത് തന്നെയാണ് പരിപാടി. കണ്ടിന്യൂസ് ഗെയിം കളിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്, കണ്ടിന്യൂസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പബ്ജി താത്ത് വെക്കുന്ന ഒരു പരിപാടിയില്ല, എപ്പോഴും അവർക്ക് പബ്ജി കളിക്കണം. അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പേഴ്സണൽ ലൈഫിനെ, അവരുടെ പഠിത്തത്തെ, അവരുടെ ജോലിയെ ഒക്കെ തന്നെ ഈ പബ്ജി എന്ന് പറയുന്ന ഗെയിം ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗെയിം ഇത്ര പോപ്പുലർ ആയിട്ട് വരാനുള്ള കാരണം ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് പോപ്പുലർ ആകുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് ബാൻ ചെയ്യപ്പെടുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാ കുട്ടികളും ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തം നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാടിടത്ത് ഒരുപാട് മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ പബ്ജി എന്ന് പറയുന്ന ഗെയിമിൻ്റെ പിറകെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, അവരുടെ കുട്ടികളുടെ പഠിത്തം പോകുന്നു എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത്, പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ഗെയിം നമുക്ക് പിന്നെ ആയാലും കളിക്കാം, പഠിത്തം ഇപ്പോഴേ കിട്ടൂ. ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അതിനുശേഷം പിന്നീട് ഗെയിം കളിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ലഭിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ജോലിയൊക്കെ കിട്ടിയിട്ട് വരുന്ന ഗെയിം കളിക്കുന്നവരുണ്ട്. അപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അത്ര ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗെയിമുകൾ ആ സമയത്ത് ഇതിലും നല്ലത് വരും. എന്നിട്ട് നമുക്ക് നല്ല ഗെയിമുകൾ കളിക്കാം. പഠിക്കാനുള്ള സമയം അത് ഇപ്പോഴേ കിട്ടത്തുള്ളൂ. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യുക. ഗെയിമിൻ്റെ പുറകെ പോകാതെ ഇരിക്കുക. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഗെയിമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരു ഗെയിമാണിത്. അതായത് 2018 ബെസ്റ്റ് ഗെയിമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഗെയിമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ കളിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ഗെയിം ബാൻ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഇന്ത്യയിൽ പോൺ വെബ്സൈറ്റുകളൊക്കെ ബാൻ ചെയ്യപ്പെട്ടിരുന്നു. കുറേ വെബ്സൈറ്റുകൾ ബാൻ ചെയ്തു, എന്നാൽ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വീണ്ടും ഇന്റർനെറ്റിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അതേപോലെ ബാൻ ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും ബാൻ ചെയ്യാതെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു, കളിക്കുന്നു എന്നും പറഞ്ഞൊരു ഗെയിം ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തുവാന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളൊരു പബ്ജി ഫാൻ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പബ്ജി കളിച്ച് കളയുന്ന സമയം പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കുക. പബ്ജിയെക്കാളും വലിയ കിടിലൻ ഗെയിമുകളൊക്കെ നമുക്ക് മുമ്പോട്ടുള്ള സമയങ്ങളിൽ ലഭിക്കും. അതൊക്കെ കളിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ പഠിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.